ട്രാവൻകൂർ സിമൻസിന്റെ ഫ്യൂസ് ഊരി KSEB 2 കോടിയിലധികം രൂപയാണ് KSEBക്ക് നൽകാനുള്ള കുടിശ്ശിക. ഇതോടെ ഉൽപ്പാദനം നിലച്ചിരിക്കുകയാണ്. പ്രശാന്ത് ഒട്ടുങ്കൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ട്രാവൻകൂർ സിമൻസിന്റെ ഫ്യൂസ് ഊരുക എന്ന് പറയുമ്പോൾ അവിടെ നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഫാക്ടറി പൂട്ടി എന്നുള്ള വിഷയത്തിൽ എങ്ങനെയാണ് ഗവൺമെൻറ് പരിഹാരം കണ്ടെത്താൻ പോകുന്നത്? ട്രാവൻകൂർ സിമൻസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി വെള്ളക്കക്കയുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൗർലഭ്യം നേരിടുന്നുകൊണ്ട് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടുത്തെ സിമൻസ് ഉൽപ്പാദനം ഗുരുതരമായ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നതായിരുന്നു. എന്നാൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനിടെയാണ് ഇപ്പോൾ 2.25 കോടി രൂപയുടെ കുടിശ്ശിക ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി KSEB ഫ്യൂസ് ഊരിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രേഡ് യൂണിയൻ രംഗത്തെത്തി. അവിടുത്തെ CIT യൂണിയന്റെ നേതൃത്വത്തിലുള്ളവർ വൈദ്യുതി മന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് 11 മണിയോടുകൂടി ബന്ധപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും വൈദ്യുതി പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മന്ത്രിതലത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കാക്കനാടുള്ള 2.25 ഏക്കർ വരുന്ന സ്ഥലം വിറ്റുകൊണ്ട് ആ പൈസ സ്വരൂപിച്ചുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന്റെ എല്ലാ തരത്തിലുള്ള നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ഒരു വൈദ്യുതി കുടിശ്ശികയുടെ പേരിൽ ഇപ്പോൾ KSEBയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഉൽപ്പാദനത്തെ ഗുരുതരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ തൊഴിലാളികൾ പറയുന്നു. ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതി ബന്ധം ഫാക്ടറിയിലെ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണം. സർക്കാരിൻ്റെ തന്നെ ജീവന പാക്കേജുമായി മുന്നോട്ട് ഈ സ്ഥാപനം പോകുമ്പോൾ സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായിട്ടുള്ള KSEBയുടെ ഭാഗത്തുണ്ടാകുന്ന ഈ നടപടിയെ വലിയ തരത്തിൽ ആശങ്കയോടുകൂടിയാണ് തൊഴിലാളികൾ കാണുന്നത്. എന്നാൽ സർക്കാർ തലത്തിലും മന്ത്രിതലത്തിലും ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു